ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് പുഷ്പഗിരിയിൽ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ സ്വപ്ന പദ്ധതിയായ പുഷ്പഗിരിയിൽ സാൻഡോ സിറ്റിയുടെ മുന്നിലാണ്. പുഷ്പഗിരിയിൽ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ പുഷ്പഗിരിയിൽ സാൻഡോസ് വില്ലയുടെ ഇന്റീരിയേഴ്സ് നമുക്കൊന്ന് കണ്ടാലോ? വാ. ഇതിൽ ഇന്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നത് പുഷ്പഗിരിയിൽ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ സഹോദര സ്ഥാപനമായ ഡിമാക്സ് ഇന്റീരിയോ എന്ന കമ്പനിയാണ്. പൂർണ്ണമായും ജർമ്മൻ നിർമ്മിത മെഷീനുകൾ ഉപയോഗിച്ചാണ് ഡിമാക്സിന്റെ ഫാക്ടറിയിൽ നിർമ്മാണം നടക്കുന്നത്. ആയതിനാൽ തന്നെ അതിൻ്റെതായ ഗുണമേന്മയും ഫിനിഷിംഗും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ലിവിംഗ് ഏരിയയിലോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ ആദ്യം തന്നെ ഫൊയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫൊയറിനെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡെക്കറേറ്റീവ് എലമെന്റ്സ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വുഡൻ ഫർണിഷിംഗ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് LED ലൈറ്റ്സും ഉണ്ട്. പിന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസിനായിട്ട് കുറച്ച് കബോർഡ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ സീറ്റിങ്ങിനായിട്ട് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ലെതർ ഫിനിഷ്ഡ് ആയിട്ടുള്ള L ഷേപ്പ് സോഫ, പിന്നെ റൗണ്ട് സീറ്റർ, പിന്നെ TV യൂണിറ്റിനോട് ചേർന്ന് 2 സ്ക്വയർ സീറ്ററും ഉണ്ട്. ഇതിലെ ഓരോ പാസേജുകളും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിപ്സും വുഡൻ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ സീലിംഗ് ചെയ്തിരിക്കുന്നത്. ഇവിടെ TV യൂണിറ്റിൽ മറൈൻ പ്ലൈവുഡിൽ വുഡൻ ലാമിനേഷനാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഒരു ഗ്രേ കളർ വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്, ഇതിനൊരു സെപ്പറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ ഒരു LED സ്ട്രിപ്സ് കൊടുത്തിട്ടുണ്ട്, അത് ഇതിൽ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ TV യൂണിറ്റിനോട് ചേർന്ന് തന്നെ ഷെൽഫ്സും വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലിവിംഗ് റൂമിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് ഒരു സെപ്പറേഷന് വേണ്ടിയിട്ട് ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലോറിനായാലും ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വുഡൻ ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഗുണമേന്മയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടാനുസരണം ഏതു രീതിയിലുള്ള ഡിസൈനുകളും ഡിമാക്സ് ചെയ്ത് നൽകുന്നു. 6 സീറ്റർ ഡൈനിങ് സെറ്റ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഇൻഡോർ കോർട്ട്യാർഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വീടിന് ആവശ്യമുള്ള ഫർണിച്ചർ അടക്കമുള്ള എല്ലാം തന്നെ ഡിമാക്സിന്റെ നേതൃത്വത്തിൽ ചെയ്തു നൽകുന്നു. ഡൈനിങ് ഏരിയയോട് ചേർന്നതിനുള്ളൊരു വാഷ് ഏരിയയാണിത്. ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ടച്ച് ചെയ്യുമ്പം ലൈറ്റ് ഓൺ ആകും എന്നുള്ളതാണ് ഈ ഒരു മിററിന്റെ പ്രത്യേകത. ഇവിടെ ഡൈനിങ് ഏരിയയോട് ചേർന്നതിന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്നതിന് ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ ആണുള്ളത്. കിച്ചൺ ക്യാബിനറ്റ്സിന് മറൈൻ പ്ലൈവുഡും കൗണ്ടർ ടോപ്പിന് നാനോ വൈറ്റും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വോളിന് വൈറ്റ് ടൈൽസും ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഹോബിന് താഴെ ഒരു കട്ട്ലറി ട്രേ ഉണ്ട്. പിന്നെ ഒരു ടാൻഡം ബോക്സ് ഉണ്ട്. അതിന് താഴെ നമുക്കൊരു പ്ലേറ്റ് ഹോൾഡറും ഉണ്ട്. ഈ ഹോബിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബോട്ടിൽ പുൾ ഔട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു കോട്സിന്റെ സിങ്ക് ആണ്. അതിന്റെ താഴെയായിട്ട് ഒരു വേസ്റ്റ് ബിന്നും കൊടുത്തിട്ടുണ്ട്. ബഡ്ജറ്റ് പാക്കേജ് മുതൽ പ്രീമിയം പാക്കേജുകൾ വരെ ഡിമാക്സിൽ ലഭ്യമാണ്. ഈ ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. സ്റ്റോറേജ് സ്പേസിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു ബെഡ്റൂമാണിത്. പിന്നെ ഇവിടെ ഒരു സ്റ്റഡി ടേബിളോ അല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യുന്നതിന് ലാപ്ടോപ്പും കാര്യങ്ങളും ഒക്കെ വെച്ച് വർക്ക് ചെയ്യുന്നതിന് ഒരു ഏരിയ ആണിത്. പിന്നെ ഇവിടെ ഒരു റോമൻ ബ്ലൈൻഡ് കർട്ടൻസ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ വോളാണ്. ഈ വോളിൽ ഒരു നല്ലൊരു പെയിൻറ്റിങ്സും ഗ്രേ കോമ്പിനേഷൻ വരുന്നൊരു പെയിൻറ്റിങ്സും കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂം ഉണ്ട്. അതിൽ ക്യൂബിക്കൽ ഗ്ലാസ്സിലൊരു പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്, ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സിൽ ടീക്ക് വുഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഹാൻഡ് റെയിൽ വരുമ്പം ഗ്ലാസും ടീക്ക് വുഡും കോമ്പിനേഷനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊരു അപ്പർ ലിവിംഗ് ഏരിയ ആണ്. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് കാര്യം എന്ന് പറയുന്നത് ഒരു മൾട്ടി പർപ്പസ് യൂസ് ആണ്. അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒരു TV യൂണിറ്റ് ഉണ്ട്. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓഫീസ് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് കാണാം. അതേപോലെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് ഘടകം എന്ന് പറയുന്നത് ഇവിടുത്തെ ഓപ്പൺ സ്പേസ് ഏരിയ ആണ്. ഇവിടോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫ്രഷ് എയർ നല്ലപോലെ കിട്ടും. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ജാലി വെച്ച് ഉപയോഗിച്ചിരിക്കുന്നതാണ്. ലിവിംഗ് റൂമിൽ നിന്ന് നേരെ വരുന്നത് ബെഡ്റൂമിലേക്കാണ്. ഇവിടെ 2 സൈഡിലായിട്ട് 2 ബെഡ്റൂംസ് ഉണ്ട്. ഇവിടെ കയറുമ്പം തന്നെ ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് എന്ന് പറയുന്നത് ഇവിടുത്തെ ബെഡും ഇവിടുത്തെ വാർഡ്രോബും ആണ്. ഇതിന്റെ അറേഞ്ച്മെന്റ്സ് ആയിക്കോട്ടെ, ഇത് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടാനുസരണം അവർ ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. ഈ വാർഡ്രോബ് എന്ന് പറയുന്നത് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല മാക്സിമം സ്പേസ് നല്ലപോലെ ഉണ്ട്. നമുക്ക് നമ്മളുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം നല്ലപോലെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, അത് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്.
പിന്നെ ഇവിടുത്തെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട്. പിന്നെ നമുക്ക് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ലാപ്ടോപ്പും പിന്നെ റീഡിങ്ങിനായിട്ടും ഒക്കെ അല്ലേ ഇവിടെ ഇരുന്ന് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. പിന്നെ ഇവിടുത്തെ ബ്ലൈൻഡ്സ് എന്ന് പറയുന്നത് റോമൻ ബ്ലൈൻഡ്സ് ആണ്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു സംഭവം ഈ ബെഡാണ്. ഇത് നമുക്ക് റിമോട്ടിൽ അപ്പ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, ഇതിനകത്ത് ഒരു മാക്സിമം നല്ല ഈ ബെഡിന്റെ വലുപ്പത്തിൽ അത്രയും തന്നെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ആണ് ഉള്ളത്. നമുക്ക് ഇവിടെ തന്നെ ഈ റൂമിൽ തന്നെ നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഇതിൽ വരുമ്പം ഒരു ക്യൂബിക്കൽ പാർട്ടീഷൻ, ഗ്ലാസ് പാർട്ടീഷൻ ആണ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയ ആയിട്ടാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ അടുത്ത ബെഡ്റൂമാണ്. ഈ റൂമിലോട്ട് വന്നു കഴിയുമ്പം ആ റൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ബെഡിൻ്റെ പോർഷൻ എടുക്കുമ്പോൾ ഇതിൽ വരുന്ന വോൾ എന്ന് പറയുന്നത് ഒരു ഭാഗം യൂസ് ചെയ്തിരിക്കുന്ന ലൂവേഴ്സ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ്. പിന്നെ ബ്ലൈൻഡ്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടോട്ട് വരുമ്പം കുഷ്യൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുമ്പം ഇവിടുത്തെ വാർഡ്രോബ് എന്ന് പറയുന്നത് നമ്മൾ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ്സിലുള്ള ഫിനിഷിംഗ് ആണ്. ഇതും നല്ല സ്പേസ് ഉണ്ട്, നമുക്ക് കബോർഡ്സ് പോലെയും എല്ലാം ഉണ്ട്. നല്ലപോലെ സ്പേസ് ഉള്ളൊരു ഭാഗമാണ്. നല്ല സ്പേസ് ഉള്ളൊരു റൂമാണ് മറ്റേ ബെഡ്റൂമായിട്ട് കമ്പയർ ചെയ്യുമ്പം. പിന്നെ കബോർഡ്സ് ആയിക്കോട്ടെ, നമുക്ക് മാക്സിമം സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് എല്ലാം ഉണ്ട് ഇവിടെ. അടുത്തത് ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ഓപ്പൺ ബാൽക്കണിയാണുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴി എൻക്വയറി ചെയ്യുകയോ ചെയ്യും.